ഇന്ന് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ വഫാത്തിന്റെ ദിനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജീവിത കാലഘട്ടത്തിൽ താങ്ങായി തണലായി വർത്തിച്ചവർ, നബിക്ക് സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി എല്ലാ നിലയ്ക്കും പിന്തുണ നൽകിയിട്ടുള്ളവർ, 25 വർഷത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ജീവിത സഖിയായി നിലകൊണ്ടവർ. ആ 25 വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റൊരു വിവാഹം കഴിക്കാൻ തുനിഞ്ഞിട്ടില്ല. കാരണം അവരോടുള്ള ആദരവും ബഹുമാനവുമായിരുന്നു എന്ന് ഇമാമികൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അത്രയേറെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വലിയ ഇഷ്ടമുണ്ടായിരുന്നു. പിന്നീട് അവരുടെ വഫാത്തിന് ശേഷമാണ് മറ്റ് വിവാഹങ്ങളിലേക്ക് പ്രവാചകർ കടന്നത്. പക്ഷെ അപ്പോഴും ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ വർഷവും ഈ സമയമാകുമ്പോൾ ഖദീജ ബീബി റളിയല്ലാഹു അൻഹയ്ക്ക് വേണ്ടി ആടിനെ അറുത്ത് അതിൻ്റെ മാംസം ഖദീജ ബീബി റളിയല്ലാഹു അൻഹയുടെ കൂട്ടുകാരികളിലേക്ക്, കുടുംബങ്ങളിലേക്കൊക്കെ അയക്കുമായിരുന്നു. ഇത് കണ്ട് സ്വാഭാവികമായി മറ്റൊരു ഭാര്യ ആയതുകൊണ്ട് തന്നെ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ അത്ഭുതത്തോടു കൂടി ചോദിച്ചു, ഇത്രയേറെ നബികൾ എന്തിനാണ് വൃദ്ധയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഇഷ്ടപ്പെട്ടത് എന്ന് ചോദിക്കുമ്പോൾ നബിതങ്ങൾ മുഖം വിവരണമായി നബിതങ്ങൾ പറഞ്ഞു, എൻ്റെ ഖദീജയേക്കാൾ ഉത്തമയായ മറ്റൊരു സ്ത്രീ അള്ളാഹു എനിക്ക് നൽകിയിട്ടില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇബ്രാഹിം റളിയല്ലാഹു അൻഹു ആ ഒരു മകനൊഴിച്ച് ബാക്കിയുള്ളതാകുന്ന എല്ലാ മക്കളെയും, 6 മക്കളെയും അള്ളാഹു സമ്മാനിച്ചത് സ്വർഗീയ സ്ത്രീകളുടെ നേതൃത്വമാകുന്ന ഫാത്തിമ സഹ്റ റളിയല്ലാഹു അൻഹ അടക്കം അള്ളാഹു എല്ലാവരെയും നൽകിയത് മഹദിയാകുന്ന ഖദീജ ബീവി റളിയല്ലാഹു അൻഹയിലൂടെയാണ്. അപ്പം അള്ളാഹു മക്കളെ നൽകിയിട്ടുള്ളത് അവരിലൂടെയാണ്. 25 വർഷമായിരുന്നു അവരുടെ ജീവിതം ഉണ്ടായിരുന്നു ഒരുമിച്ച്. നമുക്കറിയാമല്ലോ, നബിതങ്ങൾക്ക് 25 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് വിവാഹം നടക്കുന്നത് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുമായി. അവർക്കന്ന് വയസ്സ് 40 നബിതങ്ങൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വഫാത്താവുമ്പോൾ നബിക്ക് വയസ്സ് 50, അവർക്ക് 65. 15 വയസ്സ് നബിതങ്ങളെക്കാൾ പ്രായം കൂടുതൽ. അവരും ഒന്നിച്ചുള്ള ജീവിതം വളരെ സന്തോഷവും റാഹത്തുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 40ാമത്തെ വയസ്സിൽ, അഥവാ വിവാഹം കഴിഞ്ഞ് 15 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി ഗാർ ഹിറായിൽ നിന്ന് പരിശുദ്ധമായ ഖുർആനിന്റെ ദിവ്യ വെളിച്ചം ലഭിച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് അണച്ചുകൂട്ടുകയും ആ ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ യഥാർത്ഥ രൂപത്തിൽ വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് വന്നുകൊണ്ട് നബിയെ തങ്ങൾ പാരായണം ചെയ്യുന്നു പറഞ്ഞ് ആദ്യമായി പരിശുദ്ധമായ ഖുർആനിലെ 5 വാക്യങ്ങൾ, 5 വാക്യങ്ങളായ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. ഈ ആയാത്തുകൾ ഓതാൻ വേണ്ടി പറഞ്ഞപ്പോൾ പ്രയാസപ്പെട്ട പ്രവാചകരെ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് അമർത്തി പിടിക്കുകയും ഇതൊക്കെ കണ്ടുകൊണ്ട് വളരെ പ്രയാസപ്പെട്ട പ്രവാചകർ വീട്ടിലേക്ക് വന്ന് സമ്മിലൂനിയ ഖദീജ, പുതപ്പിട്ട് മൂടു ഖദീജ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആദ്യമായി നുബുവത്തിന്റെ ദിവ്യപ്രബോധനം കിട്ടിയപ്പോൾ മാനസികമായി എന്താണ് സംഭവിച്ചെന്നറിയാതെ വലിയ പ്രയാസം വന്ന പ്രവാചകർക്ക് മുന്നിൽ സമാധാനത്തിന്റെ ശാദ്വര തീരം തീർത്തുകൊണ്ട് മഹദിയാകുന്ന ബീവി ഖദീജ റളിയല്ലാഹു അൻഹ നിലകൊണ്ടു. ഒരു ഭർത്താവിനോട് എങ്ങനെ ഭാര്യ പെരുമാറണം എന്നുള്ളതിലേക്ക് ഏറ്റവും വലിയതാകുന്ന സന്ദേശം കൂടിയാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ കൈമാറിയത്. കാരണം വിഷമിച്ചു വന്നതാകുന്ന ഭർത്താവ്, നമുക്കൊക്കെ അറിയാം, പകൽ കത്തിച്ചൊലിച്ച് നിൽക്കുന്നതാകുന്ന സൂര്യന്റെ താപമേറ്റുകൊണ്ട് ഈ ഭൂമി വല്ലാതെ ചൂട് പിടിച്ചുകൊണ്ട് കത്തി അമർന്ന് നിലകൊള്ളുമ്പോൾ ആ ഭൂമിക്ക് ഒരു ആശ്വാസം പകരുവാനാണ് രാത്രിയെ അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നത്. രാത്രി വരുന്നതോടെ ആ ഭൂമിയുടെ ചൂടെല്ലാം കെട്ടടങ്ങാണ്. അതേപോലെ പകൽ മുഴുവനും ജോലി ചെയ്ത് നിലകൊള്ളുന്നതാകുന്ന ഭർത്താവിന് ആശ്വാസം പകരുവാൻ രാത്രിയാകുന്ന പ്രിയപ്പെട്ട ഭാര്യയുടെ ചാരത്തേക്ക് വരുമ്പോൾ ഭാര്യ സമാധാനം കൊടുക്കുന്നവളാകും. അതുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആൻ വൈവാഹിക ജീവിതത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞത്, മിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹാ. അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ് അള്ളാഹു നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ സൃഷ്ടിച്ചു എന്നുള്ളതും
മാത്രമല്ല ഒരു പെണ്ണിലേക്ക് ഭാര്യയിലേക്ക് ഭർത്താവ് ചെല്ലുമ്പോൾ സമാധാനം നൽകുന്നവരാകാൻ ആ ഭാര്യയെക്കുള്ളൂടെ ഭർത്താവിന് കഴിയണം. അങ്ങനെ നമ്മുടെ കുടുംബാന്തരീക്ഷങ്ങളാവുന്നുണ്ടോ എന്ന് ഒരു വേള ചിന്തിക്കുകയും ചെയ്യേണ്ട സമയം കൂടിയാണ്. അപ്പോൾ ഈ വിശുദ്ധമായ റമദാനിൽ നമ്മൾ ഓരോരുത്തരും അത്തരത്തിലുള്ളതാകുന്ന സ്വഭാവ വിശേഷണങ്ങളിലേക്ക് വരും. അന്ന് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ നബിതങ്ങൾക്ക് പുതപ്പിട്ട് മൂടിക്കൊടുത്തുകൊണ്ട് നബിതങ്ങളെ ചേർത്ത് അരികിലേക്ക് ചേർത്ത് കിടത്തി പ്രവാചകർക്ക് ആശ്വാസം നൽകിക്കൊണ്ട് പ്രവാചകരോട് പറഞ്ഞു, ഫവല്ലാഹി ലാ യുഖ്സിക അല്ലാഹു അബദ, അല്ലാഹുവിനെ തന്നെ സത്യം, നബിയെ തങ്ങളെ ഒരാളും പ്രയാസപ്പെടുത്തൂല, തങ്ങൾ ഒരിക്കലും തകരൂല, വിഷമിക്കേണ്ടതില്ല. ജിബ്രീൽ അലൈഹിസ്സലാമിൽ നിന്ന് നേരിട്ടതാകുന്ന ആദ്യത്തെ ആ ദിവ്യ സന്ദേശത്തിലൂടെ ഭയചകിതനായി നിലകൊണ്ട പ്രവാചകർക്ക് ആശ്വാസം തീർക്കുകയായിരുന്നു മഹദിയാകുന്ന ബീവി ഖദീജ റളിയല്ലാഹു അൻഹ. നബിതങ്ങൾ ചെയ്യുന്ന ഒരുപാട് നന്മകളെ പറഞ്ഞു. നബിതങ്ങളുടെ മനസ്സിനെ വല്ലാതെ സന്തോഷിപ്പിച്ചു. നബിതങ്ങൾക്ക് ആദ്യമായി മദ്ഹ് ചെയ്തതും അവർ തന്നെയാണ്. നബിയുടെ മൗലിദ് ഓതുകയാണ്, നബിയെ പ്രകീർത്തിക്കുക. നബിയെ തങ്ങളൊരു സാധാരണ മനുഷ്യനല്ല, തങ്ങൾ കുടുംബബന്ധം ചേർക്കുന്നവരാണ്, തങ്ങൾ ഹക്കിൻ്റെ മേൽ യാഥാർത്ഥ്യത്തിനുമേൽ നിലകൊള്ളുന്നവരാണ്, തങ്ങൾ കുടുംബബന്ധം ചേർക്കുന്നവരാണ്, മാത്രമല്ല തങ്ങൾ സത്യത്തിന്മേൽ നിലകൊള്ളുന്നവനും എല്ലാവിധ ഹൈറ് ബറക്കാത്തുകളിലേക്ക് പരിപൂർണമായി മുന്നിട്ടിറങ്ങുന്നതാകുന്ന വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് തങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യേണ്ടതില്ല, ഭയക്കേണ്ടതില്ല, തങ്ങൾ വിഷമിക്കേണ്ടതില്ല, തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും പ്രയാസപ്പെടുത്തില്ല എന്ന് പറഞ്ഞ് നബി തങ്ങൾക്ക് വലിയ ആശ്വാസത്തിൻ്റെ വചനം വിശാലമായി മഹദിയാകുന്ന ഖദീജ ബിബി റളിയല്ലാഹു അൻഹ നൽകുകയും വർഷങ്ങളോളം 25 വർഷം കുടുംബവുമായി ഒന്നിച്ച് വളരെ സന്തോഷത്തിൽ ജീവിച്ചു 6 മക്കളെ അല്ലാഹു നൽകി. അവസാനം മഹദിവറുകൾ വഫാത്തായി. ആ വഫാത്തായ മഹദിയാകുന്ന ഖദീജ ബിബി റളിയല്ലാഹു അൻഹയ്ക്ക് വേണ്ടി എല്ലാ വർഷവും ആണ്ട് കഴിക്കുകയും അവർക്ക് വേണ്ടി ആടിനെ അറുത്ത് മാംസം അറുത്തുകൊണ്ട് കൂട്ടുകാരികളിലേക്ക് കൊടുക്കുകയും ചെയ്തിരുന്നു എന്നാണ്. അപ്പം ഒരു വ്യക്തിയുടെ ആണ്ട് കഴിക്കാമെന്നും അവർക്ക് വേണ്ടി അത്തരത്തിലുള്ളതാകുന്ന ആടും മാട് വർഗ്ഗങ്ങളിൽപ്പെട്ടതിനെ അറുത്ത് കുടുംബക്കാരിലേക്ക് ബന്ധുക്കളിലേക്കൊക്കെ നൽകാമെന്നതിലേക്കുമുള്ള ഏറ്റവും വലിയ തെളിവാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇന്നും നമ്മൾ അങ്ങനെയാണ്. ഇതിൽ തന്നെ കമന്റ് എത്രയോ ആളുകൾ വാപ്പ മരണപ്പെട്ടു പോയി, ഉമ്മ മരണപ്പെട്ടു പോയി, അവരുടെ ദിവസമാണ്, ആണ്ടിന്റെ ദിവസമാണെന്നൊക്കെ പറയുന്നവർ. ഇത്തരത്തിലുള്ള നന്മകൾ ചെയ്യുക, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അവസാനം മഹദി അവറുകൾ ഇങ്ങനെ വഫാത്തായതിനു ശേഷം പിന്നീട് വഫാത്ത് വരെ നബിതങ്ങൾ എപ്പോഴും അവരെക്കുറിച്ച് ചിന്തിക്കുകയും ഓർക്കുകയും അവരെക്കുറിച്ച് പറയുമ്പോൾ കരയുകയും അവരോട് ചെയ്തിട്ടുള്ള നന്മകളെ എടുത്തു പറയുകയും. കാരണം നബിതങ്ങൾ വളരെയേറെ ദാരിദ്ര്യത്തിലും പ്രയാസത്തിലുമായി നിലകൊണ്ട സമയം അള്ളാഹു ഇവരെ വിവാഹം ചെയ്യലിലൂടെയാണ് വലിയ കച്ചവടക്കാരിയാകുന്ന ധനികയായ സമ്പന്നയായ ഖദീജ ബിബി റളിയല്ലാഹു അൻഹയിലൂടെയാണ് നബിക്ക് വലിയതാകുന്ന സമ്പാദ്യത്തിൻ്റെ അവസ്ഥയിലേക്ക് അള്ളാഹു എത്തിച്ചു. നബിയുടെ സമ്പന്നത കൊണ്ടുവന്നത് അവരിലൂടെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നബിതങ്ങളെ സമ്പന്നവാനാക്കിയത് മഹദിയാകുന്ന ഖദീജ ബിബി റളിയല്ലാഹു അൻഹ. ആ സമ്പത്ത് കൊണ്ട് ഇസ്ലാമിന് ഒരുപാട് ഗുണങ്ങൾ ലഭിച്ചു. ദീനിൻ്റെ ഏത് വിഷയങ്ങൾക്കും വിവിധങ്ങൾ പറയുന്ന മുഴുവൻ കാര്യങ്ങളിലേക്കും സമ്പത്ത് പരിപൂർണമായി മാറ്റിവെച്ച് അവസാനം ഇപ്പോൾ മക്കയുടെ മടിത്തട്ടിൽ ഏറ്റവും വലിയ മഖബറയായി മഹദി അവരുടെ മഖാം നിലകൊള്ളുന്നു. ജന്നത്തുൽ മുഅല്ല എന്നറിയപ്പെടുന്ന വളരെ ശ്രേഷ്ഠമാക്കപ്പെട്ടതായ മണ്ണിലാണ് അവരുടെ ഖബർസ്ഥാനം. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വിശ്വാസികൾ ദിനേന പോയി സിയാറത്ത് നടത്തുന്ന ലോകത്തിലെ വളരെ വിശിഷ്ടമാക്കപ്പെട്ടതാകുന്ന സിയാറത്തിൻ്റെ കേന്ദ്രം കൂടിയാണ് മഹദിയാകുന്ന ബീബി ഖദീജ റളിയല്ലാഹു അൻഹ ഉൾക്കൊള്ളുന്ന ജന്നത്തുൽ മുഅല്ല. അള്ളാഹുവിടെ പോകാനും സിയാറത്തിനും തൗഫീഖ് നൽകട്ടെ. ഒരു കാര്യം ഞാനിവിടെ ചേർത്തി പറയുകയാണ്, ഞാൻ നിർത്തുന്നു, കൂടുതലായി സംസാരിക്കുകയല്ല. ഖദീജ ബീബി റളിയല്ലാഹു അൻഹ സ്വർഗത്തിലെ സ്ത്രീകളുടെ നേതൃത്വമായി നബിതങ്ങൾ എണ്ണി. 4 പേരാണ് സ്വർഗീയ സ്ത്രീകളുടെ നേതൃത്വം. ഒന്ന് ഖദീജ ബീബി റളിയല്ലാഹു അൻഹ, രണ്ടാമത്തത് ഖദീജ ബീബിയുടെ പൊന്നോമന മകള് ഫാത്തിമ സഹ്റ റളിയല്ലാഹു അൻഹ, മൂന്നാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഫിർഔനിന്റെ ഭാര്യയായിരുന്ന ആസിയ ബിന്തു മുസാഹിബിന്റെ മകളാകുന്ന ആസിയ ബീബി റളിയല്ലാഹു അൻഹ, നാലാമത്തത് അള്ളാഹു ഖുർആനിൽ അള്ളാഹു പേര് പരാമർശിച്ച മറിയം ബീബി റളിയല്ലാഹു അൻഹ. മറിയം ബീബി റളിയല്ലാഹു അൻഹ ഇമ്രാന്റെ മകൾ മറിയം ബീബിയാണ്. ഈ 4 ആളുകൾ സ്വർഗീയ സ്ത്രീകളുടെ നേതൃത്വമാണ്. എന്നാൽ മഹദിയാകുന്ന ബീബി ഖദീജ റളിയല്ലാഹു അൻഹ സ്വർഗം പുൽകാൻ കാരണം എന്താ? നിസ്കരിച്ചുകൊണ്ടാണ്? അല്ല, ഒരു വഖത്ത് പോലും അവർ നമസ്കരിച്ചിട്ടില്ല. ഒരൊറ്റ വഖത്ത് പോലും നമസ്കരിക്കാത്തവരാണ് ആര്? ബീബി ഖദീജ റളിയല്ലാഹു അൻഹ. എന്നല്ല, അവരുടെ മയ്യത്ത് നിസ്കാരം പോലും നടന്നിട്ടില്ല.
അവരെപ്പോലും മയ്യിത്ത് നിസ്കരിച്ചിട്ടില്ല. അവരെ ഖബർ തീർക്കുകയും കൊണ്ടുപോയി ഖബറടക്കുകയും ചെയ്യുകയായിരുന്നു എന്നാണ് ചരിത്രം. അതെന്താ സംഭവം? കാരണം അവരുടെ വഫാത്തിന് ശേഷമാണ്, ഒരു വർഷത്തിന് ശേഷം പിന്നീട് വരുന്നതാകുന്ന റജബ് 27-നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വിഷമിച്ചിരിക്കുന്ന പ്രവാചകരെ തൻ്റെ സൗദത്തിലേക്ക് കൊണ്ടുപോവുകയും പരിശുദ്ധമാക്കപ്പെട്ടതായ നിസ്കാരം അള്ളാഹു നൽകുകയും ചെയ്തത് പിന്നീടാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ വഫാത്തിന് ശേഷമാണ് നിസ്കാരം കൊണ്ട് തന്നെ നിർബന്ധമാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വഖത്ത് പോലും നമസ്കരിക്കാത്ത അവർ സ്വർഗത്തിൻ്റെ ഏറ്റവും ഉന്നത ശ്രേണിയിലേക്ക് എത്താനുള്ള കാരണം, ഇന്നിരിക്കുന്നവരും വരാനിരിക്കുന്നതുമാകുന്ന ജനകോടികളിലുള്ള വിശ്വാസിനികളുടെ നേതൃത്വത്തിലേക്ക് അവർ എത്താനുള്ള കാരണം, സ്വർഗീയ നേതൃത്വത്തിലേക്ക് എത്താനുള്ള കാരണം നിസ്കാരമല്ല, നോമ്പല്ല, സകാത്തല്ല, ഹജ്ജല്ല, മറ്റൊന്നുമല്ല. പിന്നെന്താ? നിബിതങ്ങളെ ഇഷ്ടം വെക്കുകയും ആ പ്രവാചകർക്ക് ഖിദ്മത്തെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇന്നും ഗാർ ഹിറ എന്ന് പറയുന്നതാകുന്ന സമുദ്രനിരപ്പിൽ നിന്ന് 500ഓളം അടി ഉയരത്തിലുള്ളതാകുന്ന ആ മലയുടെ മുകളിലേക്ക് കയറാൻ വേണ്ടി പരിശ്രമിക്കുന്നതായ ധാരാളം ഉംറയ്ക്ക് വരുന്നവരുമായ സഹോദര സഹോദരിമാരുണ്ട്. എന്നോടൊപ്പം ഉംറയ്ക്ക് വന്നിട്ടുള്ളതാകുന്ന സഹോദര സഹോദരിമാരൊക്കെ ഈ സദസ്സിൽ ധാരാളമുണ്ട്. ചോദിച്ചാൽ അറിയാം എത്ര പ്രയാസം സഹിച്ചുകൊണ്ടാണ്. ഒന്നില്ലെങ്കിൽ രാവിലെ സുബഹിക്ക് പോകും, അല്ലെങ്കിൽ മഗ്‌രിബിന് ആ സമയത്തായിരിക്കും ഇവർ പോവുക. പോയിട്ട് അവിടെ ചെന്ന് നിസ്കരിച്ച് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം കയറുന്നു. കാരണം ചൂട് ഇല്ലാത്ത സമയം നോക്കി കയറുകയാണ്. അങ്ങനെ കയറിയാൽ തന്നെ 2 മണിക്കൂർ, ഇറങ്ങാൻ ഒരു 1.5 മണിക്കൂർ. ഇത്രയേറെ ദൈർഘ്യമുള്ള ഇന്ന് പാത വെട്ടിത്തെളിച്ചിരിക്കുകയാണ്. ആ മലയുടെ മുകളിലേക്ക് നബിതങ്ങൾക്ക് വേണ്ടി 2 സമയത്ത് ദിനേന പോയി ഭക്ഷണം, നല്ല ചൂട് ഭക്ഷണം പാചകം ചെയ്ത്, അന്ന് അക്കാലഘട്ടത്തിൽ 10-60 വയസ്സുള്ളതാകുന്ന സമയത്ത് മഹദിയാകുന്ന ബീവി ഖദീജ റളിയല്ലാഹു അൻഹ ആ മലയുടെ മുകളിൽ കയറി എന്ന് പറയുമ്പോൾ അവരുടേതാകുന്ന ഈമാനികമാകുന്ന പ്രഭ എത്രയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അത്രമേൽ ഇഷ്ടം വെച്ചതുകൊണ്ടും ആ ഭർത്താവ് എന്ന പ്രിയപ്പെട്ട മാരനെ വല്ലാതെ പ്രിയം വെക്കുകയും അവർക്ക് വേണ്ടി ഖിദ്മത്ത് എടുക്കുകയും ചെയ്തതിൻ്റെ ഏറ്റവും വലിയ കൂലിയായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സ്വർഗ്ഗത്തിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനം നൽകിയത് എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ടതാകുന്ന സഹോദരിമാർ അറിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഇഷ്ടം വെക്കുവാനും അവരെ പ്രിയം വെക്കുവാനും അവരെങ്ങനെയാണോ ഭർത്താവിനെ സ്നേഹിച്ചത് അതേപോലെ സ്നേഹലാളനകൾ കൊണ്ട് നിലകൊള്ളുവാനും കുടുംബജീവിതം മനോഹരമാക്കുവാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നസീബാക്കട്ടെ. സ്വർഗത്തിൽ അവരോടൊപ്പം ഒരുമിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരു ഭാര്യ മരിച്ചതിൻ്റെ മേൽ ഭർത്താവ് വർഷങ്ങളായി മാനസികമായ പ്രയാസത്തിൽ നിലകൊള്ളുകയും ആ ഭാര്യയ്ക്ക് വേണ്ടി എല്ലാ വർഷവും ആടിനെ അറുത്തുകൊണ്ട് മാംസം കൂട്ടുകാരികളിലേക്ക്, ആ ഭാര്യയുടെ കൂട്ടുകാരിലേക്ക് വിതരണം ചെയ്ത് ആ ഭാര്യയോടുള്ള അദമ്യമാകുന്ന സ്നേഹലാളനകളെ കൃത്യമായി വരച്ചു കാട്ടുകയും ചെയ്ത് ലോകത്തിൻ്റെ മുന്നിൽ സ്നേഹത്തിൻ്റെ ആവിഷ്കാരം തീർത്തതാകുന്ന വ്യക്തിയാണ് മഹദിയാകുന്ന മഹാനാകുന്ന സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രയേറെ ഭാര്യമാരെ സ്നേഹിക്കുന്ന, അത്രയേറെ അവരോട് താല്പര്യം വെക്കുന്ന, ആ രീതിയിൽ ജീവിക്കുന്നതാകുന്ന യഥാർത്ഥ മോമിനീങ്ങൾ അള്ളാഹു നമ്മെ ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. സർവോപരി നമ്മുടെ ആഖിബത്ത് അള്ളാഹു നന്നാക്കുമാറാവട്ടെ. കുടുംബജീവിതം സന്തോഷകരവും റാഹത്തുമാകട്ടെ. അപ്പോൾ കുടുംബജീവിതം മനോഹരമാക്കാൻ, നല്ല ഒരു കുടുംബിനിയാവാൻ ശ്രമിക്കുന്നതാകുന്ന ഏതൊക്കെ സഹോദരിമാരുണ്ടോ, അതോടൊപ്പം തന്നെ നല്ല കുടുംബജീവിതം നയിക്കാൻ ഉദ്ദേശിക്കുന്ന, നല്ല മനോഹരമായ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന ഏതെല്ലാം സഹോദരങ്ങളുണ്ടോ അവരൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും ബീബി ഖദീജ റളിയല്ലാഹു അൻഹയുടെയും ജീവിതം പഠിക്കണം. അവർക്ക് വേണ്ടി ഫാത്തിഹ ഓതണം. എന്തെങ്കിലുമൊക്കെ കുടുംബത്തിൽ പ്രശ്നങ്ങളും കലഹങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ അവരുടെ മേൽ ഫാത്തിഹ ഓതി ദുആ ചെയ്യും. കുടുംബത്തിൽ ഐക്യമുണ്ടാകാനും സമാധാനമുണ്ടാകാനും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം ലഭിക്കുവാനും സാലിഹീങ്ങളായ മക്കളെ അള്ളാഹു നമുക്ക് സമ്മാനിക്കാനും ഒക്കെ അവരെ മുൻനിർത്തിക്കൊണ്ട് പ്രത്യേകമായി നിങ്ങൾ ദുആ ചെയ്യുക. പ്രത്യേകിച്ച് ഇന്ന് നിങ്ങൾ ഓതിയിട്ടുള്ള യാസീൻ കാര്യത്തിനൊക്കെ വേണ്ടി നിയ്യത്ത് ചെയ്യുക. ഇനിയും സമയം കിട്ടുന്ന ആളുകൾ ഇന്നത്തെ പകലിൽ അവർക്ക് വേണ്ടി പ്രത്യേകമായി വീണ്ടും ഖുർആൻ ഓതി ദുആ ചെയ്യുക. ഖത്തുമുകൾ ഓതുന്ന സഹോദര സഹോദരിമാർ ഒരു ഖത്തുമ് നിയ്യത്ത് ചെയ്ത് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് വേണ്ടി ഓതാൻ പറ്റുന്ന ആളുകൾ, സഹോദരിമാർ, അവരൊക്കെ നിയ്യത്ത് ചെയ്യുക. നമുക്കതിൻ്റെ തത്തുല്യമായ പ്രതിഫലം നിയ്യത്ത് ചെയ്യാലോ. അപ്പം ഒരു പാപ്പാക്ക് വേണ്ടി നിയ്യത്ത് ചെയ്തു, ഉമ്മാക്ക് വേണ്ടി കരുതി, എത്ര പേർക്ക് വേണമെങ്കിലും നിയ്യത്ത് ചെയ്യാം. അള്ളാഹു ഞാൻ ഈ ഓതുന്നതിൻ്റെ തത്തുല്യമായ പ്രതിഫലം ബീവി ഖദീജ റളിയല്ലാഹു അൻഹയുടെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ എന്നുള്ള നിയ്യത്ത്, ഒരു കരുതൽ കൂടി പ്രിയപ്പെട്ടതാകുന്ന മഹദിയാകുന്ന ഖദീജ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് കൂടി കൊടുക്കാൻ തയ്യാറായാൽ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ പറ്റും. അള്ളാഹു ഇതിന് തൗഫീഖ് നസീബാക്കും. പരിശുദ്ധമായ റമദാനിലെ ആദ്യ 10 അവസാന ദിവസമാണ്.
കാരുണ്യത്തിൻ്റെ 10 നമ്മളോട് വിട പറയുകയാണ്. ഈ ദിവസത്തിലാണ് മഹദിയാകുന്ന ബീവി ഖദീജ റളിയല്ലാഹു അൻഹ അവരുടെ വഫാത്ത്. അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തട്ടെ. അവരുടെ പൊരുത്തവും മദതും ഹിഫ്ളും ഹിമായത്തും അള്ളാഹു നമുക്കും നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള സർവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്ന് ബീവി ഖദീജ റളിയല്ലാഹു അൻഹയുടെ ആണ്ടിൻ്റെ ദിനമാണ്. അവരുടെ പേരിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള മജ്‌ലിസാണ്. അള്ളാഹു അവരോടൊപ്പം സ്വർഗത്തിൽ അണയാൻ നമുക്ക് ഈ സദസ്സ് കൊണ്ട് തൗഫീഖ് നസീബാക്കും. എല്ലാവരും ചൊല്ലിക്കോളൂ. ഇന്നത്തെ ദിവസം 10 ആദ്യത്തെ 10 വിട പറയാൻ. അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ. اللهم ارحمنا يا ارحم الراحمين. 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 ഇന്നത്തെ ദിവസം മഗ്‌രിബിന് മുമ്പായി എല്ലാവരും ചെല്ലണം. അള്ളാഹു സ്വീകരിക്കട്ടെ. കഴിയുന്ന ആളുകളൊക്കെ വേറെ ദിക്റുകളൊക്കെ ഒഴിവാക്കി ഇത് തന്നെ പരമാവധി അധികരിപ്പിക്കുക. 1000 പ്രാവശ്യം ചെല്ലാൻ പറ്റുന്നവർ ഏറ്റവും ബെസ്റ്റാണ്. അല്ലാഹുമ്മ റഹ്മനാ യാ അർഹമർ റഹീമീൻ. അങ്ങനെ ദുആ ചെയ്താൽ ഉറപ്പായും അള്ളാഹു കരുണ ചെയ്യും. അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ ഇന്നത്തെ ദിവസം മഗ്‌രിബിന് മുമ്പായി യാ അർഹമർ റഹീമീൻ എത്ര ചെല്ലണം? 1000 പ്രാവശ്യം യാ അർഹമർ റഹീമീൻ. 1000 പ്രാവശ്യം ആരെങ്കിലും യാ അർഹമർ റഹീമീൻ എന്ന് രാത്രിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇപ്പൊ രാത്രിയിൽ കിട്ടൂല നമുക്ക്. ഇനിയിപ്പോ ഇന്നത്തെ മഗ്‌രിബോട് കൂടി ഇന്നത്തെ ദിവസം കഴിയാണ്. ആ കാരുണ്യത്തിന്റെ 10ന്റെ ദിവസം കഴിയാണ്. ഇന്ന് മഗ്‌രിബോട് കൂടി നമ്മുടെ പ്രാർത്ഥന മാറി. ഇനിയുള്ള 10 ദിവസം അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ 1000 പ്രാവശ്യം ഇന്നത്തെ ദിവസം അത് ചൊല്ലി മഗ്‌രിബിന് മുമ്പ് തന്നെ നല്ല ദുആ, 6 മണിയാകുമ്പോൾ അടുക്കളയിൽ ജോലിയൊക്കെ തീർത്തിട്ട് മഗ്‌രിബിന് മുമ്പ് നല്ലതുപോലെ ദുആ ചെയ്ത് അള്ളാഹുവിൻ്റെ കരുണ നേടിയെടുക്കുവാൻ വേണ്ടി പ്രത്യേകമായി ചോദിച്ച് വാങ്ങണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാ മുറാദുകളും അള്ളാഹു ഹാസിലാക്കട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും വളരെ ശ്രേഷ്ഠമായ അസ്മാഉൽ ഹുസ്ന ഓതി അള്ളാഹു ബറകാത്തുഹു ചൊല്ലിയിട്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹു യാ അല്ലാഹു യാ അല്ലാഹ് യാ റഹ്മാനു യാ അല്ലാഹു യാ റഹീമു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹു യാ ഖുദ്ദൂസ് യാ അല്ലാഹ് യാ സലാമു യാ അല്ലാഹു യാ മുഅ്മിനു യാ അല്ലാഹ്
يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا غفار يا الله يا قهار يا الله يا وهاب يا الله يا رزاق يا الله يا فتاح يا الله يا عليم يا الله يا قابض يا الله يا باسط يا الله يا خافض يا الله يا رافع يا الله يا معز يا الله يا مذل يا الله يا سميع يا الله يا بصير يا الله يا حكم يا الله يا عدل يا الله يا لطيف يا الله يا خبير يا الله يا حليم يا الله يا عظيم يا الله يا غفور يا الله يا شكور يا الله يا علي يا الله يا كبير يا الله يا حفيظ يا الله يا مقيت يا الله يا حسيب يا الله يا جليل يا الله يا كريم يا الله يا رقيب يا الله يا مجيب يا الله يا واسع يا الله يا حكيم يا الله يا ودود يا الله يا مجيد يا الله يا باعث يا الله يا شهيد يا الله يا حق يا الله يا وكيل يا الله يا قوي يا الله يا متين يا الله يا ولي يا الله يا حميد يا الله يا محسي يا الله يا مبدئ يا الله يا معيد يا الله يا محيي يا الله يا مميت يا الله يا حي يا الله يا قيوم يا الله يا واجد يا الله يا ماجد يا الله يا واحد يا الله يا أحد يا الله يا صمد يا الله يا قادر يا الله يا مقتدر يا الله يا مقدم يا الله يا مؤخر يا الله يا أول يا الله يا آخر يا الله يا ظاهر يا الله يا باطن يا الله يا والي يا الله يا متعالي يا الله يا بر يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله يا مقسط يا الله يا جامع يا الله يا غني يا الله يا مغني يا الله يا مانع يا الله يا ضار يا الله يا نافع يا الله يا نور يا الله يا هادي يا الله يا بديع يا الله يا باقي يا الله يا وارث يا الله يا رشيد يا الله يا صبور يا الله الذي لم يلد ولم يولد ولم يكن له كفوا أحد يا الله يا الله فرجنا من وباء يا الله يا الله فرحنا بالنوبة بأسمائك الحسنى انصرنا يا الله عجلنا بالفتح يا الله يا الله. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അവൻ്റെ ഇഷ്ടദാസന്മാർ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം.
بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم. അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാ മുറാദുകളും അള്ളാഹു ഹാസിലാക്കട്ടെ. آمين. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا محمد. അർഹമുറാഹിമായ അല്ലാഹുവേ, ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. ഈ സംഗമം നീ കബൂലാക്കണേ അല്ലാ. അറിഞ്ഞും അറിയാതെ രഹസ്യമായി പരസ്യമായി ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള പാപങ്ങൾ പൊറുക്കണേ അല്ലാ. ഞങ്ങളുടെ ഹൃദയങ്ങളെ നന്നാക്കണേ അല്ലാ. ഹൃദയത്തിലെ അഹന്തയെ നീക്കം ചെയ്യണേ അല്ലാ. അഹങ്കാരത്ത് നീക്കണേ അല്ലാ. ലോകമാന്യത നീക്കണേ അല്ലാ. നിന്റെ മാരിഫത്താകുന്ന നൂറ് കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ സംശുദ്ധമാക്കണേ അല്ലാ. ഒരുപാട് ഹൈറായ നല്ല നിയ്യത്തുകളുണ്ട്, സാധൂകരിക്കണേ അല്ലാ. ഞങ്ങളിലുള്ള രോഗികൾക്ക് പരിപൂർണ ശമനം നൽകണേ അല്ലാ. പനിയുള്ളവരുണ്ട്, കഫക്കെട്ടുകൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, തൊണ്ടവേദന കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, കൈകാലുകൾ തരിപ്പുള്ളവരുണ്ട്, കടച്ചിലുള്ളവരുണ്ട്, പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ ഉള്ളവരുണ്ട്,
അൾസറുള്ളവരുണ്ട്, അരിശസുള്ളവരുണ്ട്, അസ്ഥിക്ക് തേയ്മാനം സംഭവിച്ചു പോയവരുണ്ട്, വാൾവ് തകരാറിലുള്ളവരുണ്ട്, ഹാർട്ട് സംബന്ധമായ രോഗമായി നിലകൊള്ളുന്നവരുണ്ട്, വെരിക്കോസ് വെയിനിന്റെ ബുദ്ധിമുട്ടുള്ളവരുണ്ട്, യൂറിക് ആസിഡിന്റെ പ്രയാസമുള്ളവരുണ്ട്, മാരകമാകുന്ന ക്യാൻസർ ബാധിതരുണ്ട്. റബ്ബേ, പരിപൂർണ ശമനം നൽകണേ അല്ലാ. ഈ സദസ്സിൽ നിലകൊള്ളുന്നതായ സാദാത്യങ്ങളുണ്ട്, വലിയ വലിയ ആലിമീങ്ങളുണ്ട്, അവരുടെ കുടുംബിനികളുണ്ട്, ബീവിമാരുണ്ട്, ഉലമാക്കളുണ്ട്, ഉമറാക്കളുണ്ട്, സജ്ജനങ്ങളുണ്ട്, സഹോദര സഹോദരിമാരുണ്ട്, മുത്തഅല്ലിമീങ്ങളുണ്ട്, അവരുടെ കുടുംബങ്ങളുണ്ട്. സർവർക്കും നീ ഖൈറ് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഏതെല്ലാം ലക്ഷ്യങ്ങൾ നിങ്ങൾക്കുണ്ടോ നീ നിറവേറ്റി തരണേ അല്ലാ. കടബാധ്യതകളിൽ നിന്ന് സംരക്ഷണം നൽകണേ അല്ലാ. റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവർ ഉൾപ്പെടുത്തണേ അല്ലാ. റമദാൻ പ്രതികൂലമായി സാക്ഷി നിൽക്കുന്ന ഹതഭാഗ്യരെ തൊട്ട് കാക്കണേ അല്ലാ. റമദാൻ സംതൃപ്തിപ്പെട്ടിട്ടുള്ള അടിമകളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. റമദാൻ നാളെ എതിരായി പറയുന്ന അവസ്ഥ വിശേഷത്തെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാ. അള്ളാഹുവെ, നൽകിയിട്ടുള്ള എല്ലാ നിഅമത്തുകളും നിലനിർത്തണേ അല്ലാ. വീടില്ലാത്തവരുണ്ട്, ഹൈറായ വീട് നൽകണേ അല്ലാ. ദാമ്പത്യ ജീവിതം കൊതിക്കുന്നവരുണ്ട്, ഹൈറായ ജീവിതം നൽകണേ അല്ലാ. ഉള്ള ജീവിതം ബറക്കത്തും സന്തോഷവും ഉള്ളതാക്കണേ അല്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യമാർക്കിടയിലുള്ള സ്നേഹബന്ധങ്ങൾ പോലെ മനോഹരമായ ജീവിതം നയിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. എല്ലാ പിണക്കങ്ങളും ഇണക്കത്തിലേക്ക് മാറ്റിത്തരണേ അല്ലാ. പരിശുദ്ധമാക്കപ്പെട്ട റമദാനിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ എത്ര പെട്ടെന്നാണ് കഴിഞ്ഞു പോയിട്ടുള്ളത്. ഞങ്ങൾ ഖുർആൻ ഓതി തീർന്നിട്ടില്ല റബ്ബേ, ദിക്റ് ചൊല്ലി തീർന്നിട്ടില്ല അല്ലാ. സ്വലാത്തുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു, ഖുർആൻ ഖത്മുകൾ തീർത്തുകൊണ്ടിരിക്കുന്നു, ദിക്റുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. എല്ലാം മനോഹരമായി പൂർത്തീകരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളുടെ കുടുംബജീവിതം ബറക്കത്തുള്ളും ഐശ്വര്യവും ഉള്ളതാക്കണേ അല്ലാ. നിന്റെ കരുണ ചൊരിയപ്പെട്ടിട്ടുള്ള യഥാർത്ഥ സ്വാലിഹീങ്ങളെ സ്വാലിഹാത്തുകളെ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. റൂഹബയാ മജ്ലിസിൽ ഭാഗവാക്കാകുന്ന സഹോദര സഹോദരിമാർ സർവരെയും നീ ഖൈറിന്റെ വാഹകരിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങളിന്ന് മരണപ്പെട്ടു പോയർക്കുള്ള മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, സഹോദരങ്ങൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, ഈ വിനീതന്റെ മാതാപിതാക്കളടക്കം സർവർക്കും പരിപൂർണമായ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാ. ഞങ്ങളെയും ഒരേ സ്വർഗത്തിൽ ഒരുമിപ്പിക്കണേ അല്ലാ. ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. കലിമോച്ചരിച്ചുകൊണ്ട് നല്ല ദിവസത്തിൽ, നല്ല സന്ദർഭത്തിൽ, നല്ല സമയത്ത്, നല്ല രീതിയിൽ നല്ലവരുടെ ചാരത്ത് വെച്ചുകൊണ്ട് മരണം വരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. ബിഹഖി നബിയിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. അല്ലാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരോടും ദുആ വസിയത്തോടുകൂടി വാഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.